വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ് ആൻഡ് ദിസ് ഇസ് നീനുമസ്. അപ്പം നാളെ നമ്മുടെ ബോട്ടണിൻ്റെയും അതുപോലെ സുവോളജിൻ്റെയും ഓണം എക്സാം ആണ്. നമ്മുടെ ഫസ്റ്റ് എക്സാം ആണ് ബയോളജി സയൻസ് സ്റ്റുഡൻസിന് അല്ലേ. അപ്പം നമുക്ക് ഈ ഒരു ബോട്ടണിന്ന് ഏറ്റവും കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് ബോട്ടണി 2 ചാപ്റ്റേഴ്സ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. ഓക്കെ, അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പെട്ടെന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വായിച്ച് നോക്കി പോവുക, ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാൻ നിങ്ങൾക്ക് നാളെ എക്സാം എഴുതുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, പെട്ടെന്ന് നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Choose the correct answer and fill in the blank. Dash is the female gametophyte of angiosperms. അപ്പോൾ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എംബ്രിയോ സാക്ക് ആണ് സ്പെസിഫിക്കലി നമ്മുടെ ഫീമെയിൽ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഒവ്യൂളിൻ്റെ ഉള്ളിൽ എംബ്രിയോ സാക്കിനെയാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. അവിടെയാണ് ഈ ഫ്യൂഷൻ നടക്കുന്നത് അല്ലേ. അപ്പോൾ ഒവ്യൂളിന്ന് ഇവിടെ ഓപ്ഷൻ കൊടുത്തോളം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇവിടുന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ഒവ്യൂളിന്ന് എഴുതിയാൽ അത് പാർഷ്യലി കറക്റ്റാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് എംബ്രിയോ സാക്ക് തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. ഓപ്ഷൻ കറക്റ്റ് മീൻസ് ചൂസ് ചെയ്യാനല്ല വരുന്നതെങ്കിൽ. ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ് താമസ് പറഞ്ഞത് കേട്ടോ. ഇനി മെയിൽ ഗമീറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം നമ്മുടെ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗമീറ്റ് എന്ന് പറയുന്നതും ഓർത്തിരിക്കാം. ഓക്കെ, ഫൈൻ ആണല്ലോ. യെസ്. ഇനി ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഓക്കെ, അപ്പോൾ എൻഡോത്തീക്കം പ്രൊട്ടക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടപ്പീറ്റം അല്ലേ. ടപ്പീറ്റത്തിൻ്റെ ഫങ്ഷൻ ആണ് നമ്മളിവിടെ കൃത്യമായിട്ട് എഴുതേണ്ടത്. എന്താണ്? നറിഷ്മെൻറ്റ്. എന്താണ്? നറിഷ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ആ ഒരു വാൾ ലേയേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ 4 വാൾ ലേയേഴ്സും 1 വേർഡും അതുപോലെ 2 മാർക്കും 3 മാർക്കും ഒക്കെ ആയിട്ട് വരുന്ന ക്വസ്റ്റൻ ആണ്. നിങ്ങൾ അത് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക കേട്ടോ. ഫ്രൂട്ട് വിച്ച് ഡെവലപ്പ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ്. ഓക്കെ, ഓവറിയിൽ നിന്നാണ് സാധാരണയായിട്ട് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യാറുള്ളത് അല്ലേ. അതല്ലാണ്ട് വേറെ ഏതെങ്കിലും പാർട്ടിൽ നിന്നാണ്, തലാമസ് പോലെ ആ ഭാഗത്ത് നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫാൾസ് ഫ്രൂട്ട്സ് അല്ലേ. ഓവറിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നതെങ്കിൽ അവരെ നമ്മൾ എന്താണ്? ട്രൂ ഫ്രൂട്ട്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് ദ പോർഷൻ ഓഫ് എംബ്രിയോണൽ ആക്സസ് എബവ് ദ ലെവൽ ഓഫ് കോട്ടിലിഡൻസ് ഇൻ ദ ഡൈക്കോട്ട് എംബ്രിയോ ഇസ് നോൺ ആസ്. ഓക്കെ, അപ്പോൾ എംബ്രിയോണൽ ആക്സസിൻ്റെ എബവ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? എപ്പികോട്ടൈൽ എന്ന് വിളിക്കും. ബിലോ ആണെങ്കിൽ നമ്മളതിനെ ഹൈപ്പോകോട്ടൈൽ എന്നും വിളിക്കും. അപ്പോൾ ഇവിടെ എബവ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ദാറ്റ് ഈസ് എപ്പികോട്ടൈൽ. ഓക്കെ, സോ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതൊക്കെ ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഇങ്ങനെ മാറി മാറി റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചൂസ് ദ കറക്റ്റ് ആൻസർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്. ദ സിംഗിൾ കോട്ടിലിഡൻ ഓഫ് മോണോകോട്ടിലിഡൻസ് ആർ കോൾഡ്. വെരി സിമ്പിൾ ആണ്, പക്ഷേ ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്താണ്? നമ്മുടെ സ്ക്യൂട്ടെല്ലം ആണ്. മോണോകോട്ട് എന്ന് പറഞ്ഞ ഒരു സിംഗിൾ കോട്ടിലിഡൻ മാത്രമേ ഉള്ളൂ നമുക്കറിയാം. ഓക്കെ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത്. ഏതായിരുന്നു ഇന്നർമോസ്റ്റ് വാൾ ലെയർ? നമ്മുടെ ടപ്പീറ്റം ആണ്. ഇത് ഔട്ടർ മോസ്റ്റ് ലെയർ, ദിസ് ഇസ് ദ സെക്കൻഡ് ലെയർ എൻഡോത്തീക്കം ആൻഡ് ദ തേർഡ് ലെയർ മിഡിൽ ലെയർ. ഓക്കെ, ഫൈൻ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് പെയർ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. എക്സൈൻ എന്ന് പറയുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്കറിയാം, ആ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അത് നിർമ്മിച്ചിരിക്കുന്നത് സ്പോറോപൊളനിൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സൈൻ ഇസ് ദ ഔട്ടർ വാൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ. അങ്ങനെയാണെങ്കിൽ ഇന്നർ വാൾ ലെയർ ഓഫ് പോളൻ ഗ്രെയിൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇൻഡൈൻ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻഡൈൻ. ഫൈൻ. Exine of pollen grain is made up of. Exine of pollen grain is made up of most resistant organic material എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്പോറോപൊളനിൻ ആണ്. ഓക്കെ, ഇൻഡൈൻ ആണ് എങ്കിൽ അതിൽ സെല്ലുലോസും പെക്റ്റിനും ആണ് കാണുന്നത്. ഓക്കെ, അതും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ ഇന്നർമോസ്റ്റ് വാൾ ലെയർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ദാറ്റ് ഗീവ് ന്യൂട്രീഷൻ ടു പോളൻ ഗ്രെയിൻ ഇസ് കോൾഡ്. കണ്ടോ, അത് ഒന്നും കൂടെ വേറെ രീതിയിൽ ചോദിച്ചിരിക്കുകയാണ്. ഏതാണ്? നമ്മുടെ ടപ്പീറ്റം തന്നെയാണ് അല്ലേ. യാ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ദ റെസിജ്വൽ പെർസിസ്റ്റന്റ് ന്യൂ സെല്ലേഴ്സ് ഇസ് കോൾഡ്. ഓക്കെ, അപ്പോൾ പെർസിസ്റ്റന്റ് ആയിട്ട് സീഡിലേക്ക് ആ ന്യൂ സെല്ലേഴ്സ് ഉണ്ട് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ പെരിസ്പേം ആണ്. ഓക്കെ, ഒബ്സർവ് ദ ഫിഗർ ഓഫ് 2 സെൽഡ് പോളൻ ഗ്രെയിൻ ലേബൽ എ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോളൻ ഗ്രെയിൻ മെച്ചുവേർഡ് ആയി കഴിയുമ്പോൾ അത് 2 സെൽഡ് സ്റ്റേജിലാണ് കാണാൻ പറ്റുന്നത്. അതിൽ 2 സെൽസിൽ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലാണ് അവിടെ larger എന്ന് പറയുന്നത്. ആൻഡ് സ്മോളർ വൺ യു ക്യാൻ സീ ദാറ്റ് ഇസ് ദ ജനറേറ്റീവ് സെൽ. ഓക്കെ ആണല്ലോ. യെസ്. ഫ്രൂട്ട് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് കോൾഡ്. മറ്റൊരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഏതാണ്? പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ് ആണ്. ആ പ്രോസസ്സാണ് എന്താണ്? പാർത്തനോകാർപ്പി എന്ന് പറയുന്നത് അല്ലേ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്സ്. ഓക്കെ, യാ. ഇനി
സീഡ് ഡെവലപ്ഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ആണെങ്കിൽ എന്താണത്? ആ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോമിക്സിസ് ആണ്, അത് അപ്പോമിറ്റിക് സീഡ്സ് ആണ്, റൈറ്റ്? യാ, അത് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം, ഫ്രൂട്ടാണോ സീഡാണോ എന്നുള്ളത്. ഫ്രൂട്ടാണ് കൂടുതൽ ചോദിക്കാറില്ല, പക്ഷേ ചിലപ്പോൾ നമ്മളോട് സീഡും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പെട്ടെന്ന് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് കാണുമ്പോൾ തന്നെ പാർത്തനോകാർപ്പി പോയി എഴുതരുത്. ഓക്കെ, choose the correct answer. Removal of anthers from flower bud before the anthers dehisces using a pair of forceps. എന്താണ് ആ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇമാസ്കുലേഷൻ എന്നാണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിലെ ഒരു സ്റ്റെപ്പാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റൻ ആണ്. ആഫ്റ്റർ സിംഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ ഇൻ എംബ്രിയോ സാക്ക്, embryo will be diploid and endosperm will be, what is that? ഓക്കെ, അതിൻ്റെ ഒരു പ്ലോയിഡി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻഡോസ്പേമിൽ അവിടെ എന്താണ്, ഒരു മെയിൽ ഗമീറ്റും അതുപോലെ തന്നെ എന്താണ് മെയിൽ ഗമീറ്റ് പ്ലസ് എൻ, റൈറ്റ്? എൻ, ഓക്കെ. പിന്നെ പ്ലസ് ഏതാണ്, പോളാർ ന്യൂക്ലിയ ആണ് അവിടെ കമ്പൈൻ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പോളാർ ന്യൂക്ലിയൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പ്ലോയിഡ് എന്ന് പറയുന്നത് 2n ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് PN, ദാറ്റ് വിൽ ബി പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്താണ് 3n ആയിരിക്കും. ഓക്കെ, ഇതെന്താണ് ട്രിപ്ലോയിഡ് ആണ്. ഇതൊക്കെ എപ്പോൾ ചോദിച്ചാലും നമുക്ക് ആൻസർ പറയാൻ പറ്റണം കേട്ടോ. അത് ഇത്രയും തവണ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണേ. Yeah, in flowering plants, double fertilization occurs during sexual reproduction. One of the events of double fertilization is triple fusion. Name the other event. Again, simple. Triple fusion കൂടാണ്ട് നടക്കുന്ന മെയിൽ ഗമീറ്റും നമ്മുടെ എംബ്രിയോ സാക്കുമായിട്ട് എന്താണ്, എംബ്രിയോ ആയിട്ട് മീൻസ് അതായിട്ട് കമ്പൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് എന്താണത്, സിംഗമി ആണ് അല്ലേ? യെസ്, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് വൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നോക്കിയേ, from the following select the two having haploid chromosome number. ഹാപ്ലോയിഡ് ആണ് അല്ലേ, n ക്രോമസോം നമ്പർ ഉള്ളത് ഏതാണ്? എഗ് എന്ന് പറയുന്നത് n അല്ലേ? യെസ്. എൻഡോസ്പേം എന്ന് പറയുന്നത് 3n ആയിരിക്കും. സൈഗോട്ട് എന്ന് പറയുന്നത് 2n ആയിരിക്കും. പിന്നെ പോളൻ എന്ന് പറയുന്നത് n ആയിരിക്കും അല്ലേ? മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റുമാണ് ഹാപ്ലോയിഡ് സ്റ്റേജിൽ കാണുന്നത്. ഏതൊക്കെയാണ്? എഗ്ഗും അതുപോലെ പോളനുമാണ്. 2 എണ്ണം സെലക്ട് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. യെസ്, 2 എണ്ണം സെലക്ട് ചെയ്താലേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടൂലേ. ഡെവലപ്മെന്റ് ഓഫ് ഫ്രൂട്ട് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ആൻഡ് ആർ സീഡ്ലെസ് ആർ നോൺ ആസ്. ഓക്കെ, ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കണ്ടോ, പക്ഷെ ക്വസ്റ്റ്യൻ വേറെ ഒരു രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? പാർത്തനോകാർപ്പിയാണ്. യെസ്. ദ ഡെവലപ്മെന്റ് ഓഫ് പോളൻ ഗ്രെയിൻസ് ഇൻ ആൻജിയോസ്പേംസ് ഇസ് കോൾഡ്. പോളൻ ഗ്രെയിൻസിന്റെ ഡെവലപ്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇതൊക്കെ 1 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഏതാണ്? മൈക്രോസ്പോറോജെനസിസ് ആണ്. മീൻസ് ഫീമെയിൽ ആണെങ്കിൽ എന്താണ്, അത് മെഗാസ്പോറോജെനസിസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഇൻ എ ഫ്ലവർ ഇസ് ഹാപ്ലോയിഡ്? ഓക്കെ, ആന്തർ വാളാണോ ഹാപ്ലോയിഡ് ആയിട്ടുള്ളത് കേട്ടോ, അല്ലെങ്കിൽ പോളൻ മദർ സെൽ ആണോ, സിനോജിഡ് ആണോ, അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പം പോളൻ മദർ സെൽ എന്താണ്, ശരിക്കും 2n ആണ്. അതിൽ ഡിവിഷൻ ആണ് നടന്നിട്ടാണ് പിന്നെ അത് എന്നിലേക്ക് മാറുന്നത്, റൈറ്റ്? അപ്പം ആന്തർ വാൾ ഓൾറെഡി 2n ആയിരിക്കും, റൈറ്റ്? യെസ്. അപ്പോൾ ഏതാണ് സെക്കൻഡറി ന്യൂക്ലിയസ്? എന്താണ്? 2n തന്നെയാണ്, നമ്മുടെ സിനോജിഡ് ആണ് അല്ലേ? യെസ്. In aquatic plants like water hyacinth and water lily, the pollinating agent is, okay, അപ്പം യൂഷ്വലി നമ്മുടെ വാട്ടർ ലില്ലിയിലൊക്കെ കാണുന്ന പോളിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ വിൻഡും ഒരു ചാൻസ് ഉണ്ട്, അതുപോലെ ഇൻസെക്ട്സും ആണ് കേട്ടോ. ഇൻസെക്ട്സിൽ തന്നെ കൂടുതലായിട്ട് നമ്മുടെ ബീസ് ആണ്. ഓക്കെ, ഫൈൻ. ദെൻ ദ ഹാർഡ് ഔട്ടർ ലെയർ ഓഫ് പോളൻ ഇസ് കമ്പോസ്ഡ് ഓഫ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു ഏതാണ്? സ്പോറോപൊളനിൻ ആണ്. എക്സൈൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എക്സൈൻ കമ്പോസ്ഡ് ഓഫ് വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് എക്സൈൻ എഴുതരുത്. ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇൻഡൈനസ് സെല്ലുലോസ് എക്സൈൻ എന്താണ്? സ്പോറോപൊളനിൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ എന്തൊക്കെ തരത്തിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ പലതരത്തിൽ നമ്മളോട് ചോദിക്കാം. ഓക്കെ, പാർത്തനോകാർപ്പിക് ഫ്രൂട്ടസ് ഏതാണ്? അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബനാനയാണ്. ഓക്കെ, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് 2 ടേംസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദ വ്യൂൾ ആണ്. പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഇൻഡിഗ്യുമെന്റ്സ് ആണ്. ഏതാണ്? നമ്മുടെ ഇൻഡിഗ്യുമെന്റ്സ് ആണ് കേട്ടോ. പ്രൊട്ടക്റ്റീവ് ലെയർ 2 ഇൻഡിഗ്യുമെന്റ്സ് കാണാൻ പറ്റും, റൈറ്റ്? യെസ്. ഇനി ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ, ഐഡന്റിഫൈ ദ സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ക്യൂട്ടെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാം. ഇതേതാണ്? മോണോകോട്ടാണ് അല്ലേ? മോണോകോട്ടാണ്, റൈറ്റ്? അപ്പോൾ അവിടെ സ്ക്യൂട്ടെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് മോണോകോട്ട് എംബ്രിയോ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫൈൻ. യെസ്. ഇനി അടുത്ത ചാപ്റ്ററിൽ നോക്കാം. ഡാഷ് ഇസ് ദ കോമൺലി യൂസ്ഡ് മെട്രിക്സ് എക്സ്ട്രാക്റ്റഡ് ഫ്രം സീവീഡ്സ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ജെൽ ഇലക്ട്രോഫോറസിസ്. ഏതാണ്? ഗാറൂസ് ജെൽ ആണ്. ഗാറൂസ് ജെൽ, റൈറ്റ്? അതാണ് നമ്മുടെ ഗ്രാസിലേറിയം ജെലീഡിയം പോലുള്ള ആൽഗയിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഫൈൻ. വിച്ച് എൻസൈംസ് ആർ നോൺ ആസ് മോളിക്കുലർ സിസേഴ്സ്? കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസസ് അല്ലെങ്കിൽ എക്സോന്യൂക്ലിയസസ് അല്ലേ? അപ്പോൾ എന്താണ്? റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ് മോളിക്കുലർ സിസേഴ്സ് എന്ന് പറയുന്നത്. റെസ്ട്രിക്ഷൻ എൻസൈംസ് ആണ്. ഓക്കെ, യെസ്.
അടുത്തത് ഇൻ റീകോമിനന്റ് DNA ടെക്നോളജി പ്രസിപ്പിറ്റേറ്റഡ് DNA ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ DNA നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് സ്പൂളിംഗ് പ്രോസസ്സ് ആണ്. അത് നമ്മുടെ ഐസൊലേഷൻ ഓഫ് DNA വരുന്നതാണ്. അതേസമയത്ത് നമ്മൾ DNA അഗാരോസിലിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എലൂഷൻ എന്നും പറയും. ചൂസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദീസ് ഇസ് ദ ഫസ്റ്റ് ഐസൊലേറ്റഡ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്? ഫസ്റ്റ് വൺ ഐസൊലേറ്റഡ് ഏതാണ്? നമ്മുടെ ഹൈൻ. സെക്കൻഡ് ആണ്. യാ. Write the name of the stain used for visualizing DNA fragments in UV radiation. ഏതാണ്? നമ്മുടെ എത്തീഡിയം ബ്രോമൈഡ് ആണ്. ഏതാണ് സ്റ്റെയിൻ എന്ന് പറയുന്നത്? എത്തീഡിയം ബ്രോമൈഡ് ആണ്. ഇതൊക്കെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. വിച്ച് ഓഫ് ദീസ് എൻസൈംസ് റിമൂവ്സ് ന്യൂക്ലിയോടൈഡ്സ് ഫ്രം ദ എൻഡ്സ് ഓഫ് എ DNA? എൻസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ എക്സോന്യൂക്ലിയസ് ആണ്. ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ എൻഡോന്യൂക്ലിയസ് ആണ്. ഓക്കെ. നെയിം ദ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ദ ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ജെൽ ഇലക്ട്രോഫോറസിസ്. ആംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. ഓക്കെ, യെസ്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്, പക്ഷെ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല, അത്രയേ ഉള്ളൂ. ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഓക്കെ, DNA ലിഗേസ് കട്ടിംഗ് ഓഫ് DNA ആണോ? അല്ല. ലിഗേസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഗ്ലൂ ആണ്, ജോയിനിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് തെറ്റാണ്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്തിനു വേണ്ടിയിട്ടാണ്? സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്. സോ ദിസ് ഇസ് റൈറ്റ് അല്ലേ? യാ. Recombinant DNA is directly injected into the nucleus of an animal by a method called. ഡയറക്ട്ലി ഇഞ്ചക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് പറയാം, അതിനെ വിളിക്കുന്ന പേര് മൈക്രോ ഇഞ്ചക്ഷൻ ആണ് അല്ലേ? ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആക്ച്വലി ബോംബാർഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. റൈറ്റ്? യാ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്. സെലക്ട് ദ കറക്റ്റ് പെയർ. പ്ലാന്റ് സെല്ലിനെ നമുക്ക് സെൽ വാളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി സെല്ലുലേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് വൺ തന്നെയാണ് കറക്റ്റ് അല്ലേ? ഇനി ബാക്ടീരിയ ആണെങ്കിൽ കൈറ്റിനീസ് അല്ല, പ്രോട്ടീസ് ആണ്. ഫംഗസ് ആണെങ്കിൽ കൈറ്റിനീസ് ആണ്. പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീസും, ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈമും ആണ് വരുന്നത് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് തോന്നുന്നു പറഞ്ഞത്. ഒന്നും കൂടി കേൾക്കുക. ബാക്ടീരിയ ആണെങ്കിൽ ലൈസോസൈം, ഫംഗസ് ആണെങ്കിൽ കൈറ്റിനീസ്, പ്രോട്ടീൻ ആണെങ്കിൽ പ്രോട്ടീസ്. ഓക്കെ, ഫൈൻ. Yeah, observe the relationship between the first pair and fill in the blank. Restriction enzyme എന്ന് പറഞ്ഞാൽ കട്ടിംഗ് ഓഫ് DNA ആണ്. ലിഗേസസ് ആണ് നമ്മുടെ ജോയിനിങ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് അല്ലേ? മോളിക്കുലാർ ഗ്ലൂ. റൈറ്റ്? യാ. The first restriction endonuclease enzyme isolated is hine. സെക്കൻഡ് ആണ്. ഫൈൻ. Name the enzyme used to join DNA fragments in our DNA technology. നമ്മളിപ്പോൾ പറഞ്ഞോളൂ DNA ലിഗേസസ് ആണ്. ഓക്കെ, കട്ട് ചെയ്യുകയാണെങ്കിൽ എൻഡോന്യൂക്ലിയസസ് അല്ലെങ്കിൽ എക്സോന്യൂക്ലിയസസ്. തെർമോസ്റ്റേബിൾ DNA പോളിമറൈസ് എൻസൈം ടാഗ് പോളിമറൈസസ് ഐസൊലേറ്റഡ് ഫ്രം ഡാഷ് ബാക്ടീരിയ. ഏതാണ്? നമ്മുടെ തെർമസ് അക്വാട്ടിക്കസ് ആണ്. ഏതാണ്? തെർമസ് അക്വാട്ടിക്കസ്. ഫൈൻ. ഇനി നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ് ടു പ്രൊഡ്യൂസ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് റീകോമിനന്റ് പ്രോട്ടീൻ. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഏതെങ്കിലും ഒരു ബയോ സബ്സ്റ്റൻസിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാണ്? ബയോ റിയാക്ടർ ആണ്. ഏതാണ്? Bioreactors. Fine. Yeah. Fill in the blank. The restriction enzyme EcoR1 is isolated from the bacteria E. coli. അല്ലേ? E. coli bacteria. Escherichia coli എന്നാണ് അല്ലേ? Yes. In recombinant DNA technology, DNA fragments are joined by the help of the enzyme. Join ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ DNA ligase ആണ് യൂസ് ചെയ്യുന്നത്. Choose the correctly matched pair from the following. Gel electrophoresis used to produce biological products in large quantity. തെറ്റാണ് നമുക്കറിയാം. ബയോറിയാക്ടർ സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് എല്ലാം അറിയാം. PCR ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ അത് കറക്റ്റ് ആണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് കിടക്കുന്നത് അല്ലേ? കറക്റ്റ് പെയർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇൻ ആർ DNA ടെക്നോളജി ദ DNA ഫ്രാഗ്മെന്റ്സ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ എ ടെക്നിക് കോൾഡ്. ഏതാണ്? DNA സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താണ്? ജെൽ ഇലക്ട്രോഫോറസിസ് എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ? വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ സെലക്ടബിൾ മാർക്കർ ഇൻ PBR 322? ഏതാണ്? നമ്മുടെ AMPR ആണ് അല്ലേ? TTR ആണ് PBR 322 കാണുന്ന രണ്ട് സെലക്ടബിൾ മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് കൃത്യമായി പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളോട് റിപ്പീറ്റഡ് ആയിട്ട് ഈ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പം ബോട്ടണിയിൽ ഇത് തന്നെ നിങ്ങൾക്ക് ഇനി റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രാവശ്യത്തെ എക്സാമിനും കാണാം, ബോർഡ് എക്സാമിനും ഒക്കെ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഓണം എക്സാം നമ്മൾ സില്ലി ആയിട്ട് തള്ളിക്കളയരുത്. കാരണം നമുക്കിനി അങ്ങോട്ടേക്ക് അധികം സമയം ഉണ്ടാവില്ല. ഇപ്പം തന്നെ ഈ ചാപ്റ്റേഴ്സൊക്കെ നന്നായി പഠിച്ചു പോയാലേ നമുക്ക് പിന്നീട് കുറച്ചും കൂടി ഈസിയർ ആവുള്ളൂ. അപ്പോൾ കിട്ടുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ സബ്ജക്ട്സ് ഇതേപോലെ പഠിക്കുക. അപ്പോൾ ഓണം എക്സാം നമുക്ക് അടിപൊളിയായിട്ട് എഴുതുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. മിസ്സിന് അറിയാൻ കുറച്ച് സമയത്തിന് കുറവൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറ്റുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിൽ നിന്നുള്ള എഫേർട്ട് ഇടുക. ബാക്കി എല്ലാം സെറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു ആൻഡ് ബൈ ബൈ.